ഇന്ന് നമുക്ക് ശോഭിത കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ചീക്കാട്ടിലോ എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കമെന്തെന്നാൽ, സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം അവർക്കടുത്തായി ഒരു കെട്ട് മുല്ലപ്പൂ വെച്ചിട്ട് പോകുന്ന സൈക്കോ. വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലായി അയാൾ അത് ചെയ്തു വരുന്നു. എന്നാൽ ക്രൈം ഇൻവെസ്റ്റിഗേഷന് താല്പര്യമുള്ള ന്യൂസ് റീഡറായ നായിക തന്റെ പോഡ്കാസ്റ്റിലൂടെ യഥാർത്ഥ സൈക്കോയെ പുറത്തു കൊണ്ടുവരുവാനായും ശ്രമിക്കും. യഥാർത്ഥ സൈക്കോ തങ്ങൾക്കൊപ്പമുള്ള ആളാണെന്നും നല്ല പ്രായമുള്ള ആളാണെന്നും അവൾ കണ്ടെത്തി. എന്നാൽ അയാൾക്ക് പിന്നിലോ ഞെട്ടിക്കുന്നൊരു കഥയുണ്ടായിരുന്നു. അതെന്താണെന്നറിയണ്ടേ? ആരാണ് യഥാർത്ഥ സൈക്കോ എന്നും അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ രാത്രി സമയം നാട്ടിലെ പ്രധാനിയായ ആളുടെ കാറിൽ രണ്ട് സ്ത്രീകൾ പോകുന്നത് കാണിക്കുന്നു. എന്നാൽ അയാളാണെങ്കിൽ അടുത്തിരിക്കുന്ന ലച്ചി എന്ന സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുവാനൊക്കെ ശ്രമിക്കും. അവൾ അത് ഇഷ്ടപ്പെടാതെ പകുതി വഴിയിലിറങ്ങി തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ വീടിനുള്ളിലേക്ക് ആരോ കയറുന്നത് പോലെ ലച്ചിക്ക് തോന്നി. ലച്ചി പേടിച്ച് അവിടെ മാക്കി അന്വേഷിക്കുന്ന സമയത്ത് എന്തോ കണ്ടവൾ പേടിച്ച് നിൽക്കുന്നതായിട്ട് കാണിച്ച് ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ലച്ചിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണെങ്കിൽ ലച്ചിയെ തിരക്കി അവളുടെ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ വീടൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. കതക് ചെന്ന് തള്ളി തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് മരണപ്പെട്ട് കിടക്കുന്ന ലച്ചിയാണ് കാണിക്കുന്നത്. ലച്ചിയുടെ ഡെഡ് ബോഡിക്ക് അടുത്തായിട്ട് മുല്ലപ്പൂവും ഇരിക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പൊട്ടിക്കരയുന്നു. അതിനുശേഷം ലച്ചിയുടെ കൂട്ടുകാരി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. എന്നാൽ പോലീസുകാരാണെങ്കിലോ ആ ഒരു കേസ് പോലും എടുക്കാതെ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന കഥാനായികയെ സന്ധ്യയെ കാണിക്കുന്നു. സന്ധ്യ ഒരു ന്യൂസ് റീഡറാണ്. മാത്രവുമല്ല ക്രൈം ഇൻവെസ്റ്റിഗേഷനിലൊക്കെ അവൾക്ക് ഒരുപാട് താല്പര്യവും ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഇതുവരെയും വിവാഹം നടക്കാത്തത് കൊണ്ട് സന്ധ്യയുടെ വീട്ടുകാർക്കൊക്കെ നല്ല ടെൻഷനുമുണ്ട്. ഓഫീസിലേക്ക് എത്തുകയാണ് സന്ധ്യ. സന്ധ്യയ്ക്ക് അവിടെ ഒരടുത്ത കൂട്ടുകാരിയുണ്ട്. കൂട്ടുകാരിയുടെ പേര് ബോബി എന്നാണ്. സത്യത്തിൽ സന്ധ്യയുടെ അനിയത്തിയുടെ പ്രായം മാത്രമാണ് അവൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരിയെ പോലെയാണ് ബോബിയെ സന്ധ്യ കാണുന്നതും. സന്ധ്യ ന്യൂസ് വായിക്കുവാനായി എത്തും. സന്ധ്യ വർക്ക് ചെയ്യുന്ന ന്യൂസ് ചാനൽ പുതുതായിട്ടൊരു പ്രോഗ്രാം നടത്തുകയാണ്. ആ ഒരു പ്രോഗ്രാം ക്രൈം ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചുള്ളതായിരുന്നു. സന്ധ്യ ഒരു ന്യൂസ് റീഡർ ആണെങ്കിലും ആ പ്രോഗ്രാമിന്റെ മെയിൻ അവതാരിക സന്ധ്യയായിരുന്നു. എന്നാൽ അവർ TRPക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സന്ധ്യയെ കൊണ്ട് പറയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സന്ധ്യയ്ക്ക് അതൊട്ടും ഇഷ്ടമാകുന്നതേയില്ല. ഇല്ലാത്ത കാര്യമൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതിനോട് അവൾക്കൊട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഹെഡിനോട് ചെന്ന് ആ ഒരു കാര്യം പറയുന്നുമുണ്ട്. സന്ധ്യയ്ക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ബോയ് ഫ്രണ്ടിന്റെ പേരാണ് അമർ. എന്നാൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ബോബിക്കും അമറിനും അടുത്തെത്തിയ സന്ധ്യ TRPക്ക് വേണ്ടിയിട്ട് ചാനൽക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമൊക്കെ അവരോട് തുറന്നു പറയുന്നു. ഇതിനു മുൻപ് ബോബിയാണെങ്കിൽ പലതവണയായിട്ട് സന്ധ്യയെ ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങുവാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സന്ധ്യ പറയുന്നത്, നീ പറഞ്ഞത് തന്നാ ശരി, ഞാൻ എന്തായാലും ജോലി റിസൈൻ ചെയ്ത് പോഡ്കാസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നും സന്ധ്യ പറഞ്ഞു. സന്ധ്യ അങ്ങനെ റിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. ബോബിയും അതിന് സപ്പോർട്ട് ചെയ്യുന്നു. ഞാനും എന്തായാലും ഉടനെ റിസൈൻ ചെയ്തിട്ട് പോഡ്കാസ്റ്റിലേക്ക് തിരിയുമെന്നും അവളും പറയും. ഇതെല്ലാം കേട്ടുകൊണ്ട് അമർ അവിടെ ഇരിക്കുന്നല്ലോ. അമർ പറയുന്നത്, എന്തായാലും നിന്റെ കരിയർ എന്തായിരിക്കണം എന്നുള്ള കാര്യം നീ തിരഞ്ഞെടുത്തു. ഇനി എന്തായാലും നമ്മുടെ വിവാഹത്തിനെ പറ്റി ചിന്തിച്ചുകൂടെ എന്ന് അമർ സന്ധ്യയോട് ചോദിക്കുമ്പോഴോ സന്ധ്യയും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ സന്ധ്യയാണെങ്കിൽ അമറിനെ കുറിച്ച് വീട്ടിൽ പറയുകയാണ്. പക്ഷേ വീട്ടുകാർക്ക് ആദ്യം ചെറിയ എതിർപ്പുണ്ടായിരുന്നു. സന്ധ്യയെ കാട്ടി 2 വയസ്സിന് ഇളയ പയ്യനാണ് അമർ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും അവസാനം അവർ സമ്മതിക്കുകയാണ് ചെയ്യുന്നതും. അങ്ങനെ അടുത്ത ദിവസം സന്ധ്യയും വീട്ടുകാരും അമറിന്റെ വീട്ടിലേക്ക് വിവാഹം ആലോചിക്കുവാനായി പോവുകയാണ്. പോകുന്നതിന് മുൻപ് സന്ധ്യ ഒരു മാല ബോബിയോട് ചോദിച്ചിരുന്നു. ബോബിയുടെ വീട്ടിലെത്തിയത് വാങ്ങുവാനായിട്ട് വെയിറ്റ് ചെയ്യുമെങ്കിലും ബോബിയെ കാണാത്തത് കൊണ്ട് തന്നെ സന്ധ്യ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അമറിന്റെ വീട്ടിലെത്തി വിവാഹത്തിന്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യുകയാണ്. സന്ധ്യയോട് അമ്മ സംസാരിക്കുന്ന സമയത്ത്, എനിക്ക് വിവാഹത്തിന് മുൻപ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ വിവാഹശേഷം എനിക്ക് ആരും തന്നെ ഒരു ഫ്രണ്ട്സുമില്ല. എല്ലാവരെയും എനിക്ക് നഷ്ടമായി. അതിനുശേഷം എനിക്കിവിടെ സംസാരിക്കണമെങ്കിലും ഞാനൊരു കരടിപ്പാവയുണ്ട്, അതിനോടാണ് സംസാരിക്കുന്നത്. ഇനി നീ വരുമ്പോൾ എനിക്കൊരു കൂട്ടാകുമല്ലോ, എനിക്ക് നല്ലൊരു കൂട്ടുകാരിയെ കിട്ടുമല്ലോ എന്ന് അമ്മ സന്തോഷത്തോടു കൂടി പറയും. സന്ധ്യ പറയുന്നതോ, വിവാഹം കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ എന്നും നല്ലൊരു ഫ്രണ്ട് ആയിരിക്കുമെന്നും അവളും വാക്ക് കൊടുക്കുന്നു. അങ്ങനെ സന്ധ്യയെ അമ്മന്റെ വീട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമായി. വിവാഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുറപ്പിച്ചതിന് ശേഷമാണ് സന്ധ്യയും വീട്ടുകാരും തിരികെ വരുന്നത്.
തിരിച്ചു വരുന്ന സമയം സന്ധ്യയും വീട്ടുകാരും യാത്ര ചെയ്യുന്ന കാറിന് മുന്നിലേക്ക് ബോബിയുടെ വീട്ടിലെ വേലക്കാരി വന്ന് നിന്ന് കരയുകയാണ്. അവിടേക്ക് വന്ന് നോക്കെന്ന് പറഞ്ഞാണ് ജോലിക്കാരി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. സന്ധ്യയും വീട്ടുകാരും ബോബിയുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ബോബിയും ബോയ് ഫ്രണ്ടും മരണപ്പെട്ട് കിടക്കുന്നു. അതും ക്രൂരമായ രീതിയിൽ ആരോ കൊല ചെയ്തിരിക്കുകയാണ്. ആ ഒരു കാര്യം സന്ധ്യയ്ക്ക് മനസ്സിലായി. മാത്രമല്ല ഇതുവരെയായിട്ടും ബോബി തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ള കാര്യം സന്ധ്യയോട് പോലും പറഞ്ഞിട്ടില്ല. എല്ലാം അവൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെത്തുകയാണ്. വിശദമായ പരിശോധനയിൽ നിന്നും ബോബിയെ കൊല ചെയ്യുന്നതിന് മുൻപ് ക്രൂരമായി റേപ്പ് ചെയ്തിട്ടുണ്ടെന്നും കണ്ടെത്തുന്നു. മാത്രവുമല്ല ബോബിയുടെ ഡെഡ് ബോഡിക്കരികിൽ നിന്നും ഒരു കെട്ട് മുല്ലപ്പൂവും കിട്ടുകയാണ്. അതേസമയം തന്നെയായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്ത് നിൽക്കുന്ന സന്ധ്യയെ കാണുന്നതും. നീ ആ ന്യൂസ് ചാനലില് ക്രൈം ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്ന ആളല്ലേ എന്ന് ചോദിക്കും. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല, മരിച്ച ബോബി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നുള്ള കാര്യവും സന്ധ്യ പറയുന്നു. പക്ഷേ സന്ധ്യയ്ക്ക് ആകെയുള്ള വിഷമം ബോബിയുടെ ഈ കാര്യങ്ങളൊന്നും ബോബി സന്ധ്യയോട് പറഞ്ഞിട്ടില്ലല്ലോ. മാത്രവുമല്ല കാമുകനുമായിട്ട് അന്നേ ദിവസം അവൾ ഒരുമിച്ചൊരു വീട്ടിലുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പോലും ആർക്കും തന്നെ അറിയത്തേയില്ലായിരുന്നു. എന്നാൽ ബോബിയുടെ ഒരു കൊലപാതക ന്യൂസ് അവരുടെ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ബോബിയും സന്ധ്യയും വർക്ക് ചെയ്തിരുന്ന അതേ ചാനൽ, അവർക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ. അതേ പ്രോഗ്രാമിൽ തന്നെയാണ് ബോബിയെക്കുറിച്ച് മോശമായിട്ട് പറയുന്നതും. അവളാണ് കുഴപ്പമെന്ന രീതിയിലാണ് അവരൊക്കെ സംസാരിക്കുന്നത്. എന്നാൽ അതൊന്ന് കേട്ട് സഹിക്കാനാകാത്ത സന്ധ്യ നേരെ ചെല്ലുന്നത് ന്യൂസ് ചാനലിലേക്കാണ്. എന്തുകൊണ്ടാണ് ബോബിയെക്കുറിച്ച് മോശമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഹെഡിനോട് അവൾ ഒരുപാട് വഴക്ക് കൂടുന്നു. പക്ഷേ TRPക്ക് വേണ്ടിയിട്ട് താൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന മട്ടിലിരിക്കുകയായിരുന്നു ഹെഡ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ബോബിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്നും ബോബി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് പുറം ലോകത്തിന് തെളിയിക്കണമെന്നും സന്ധ്യ തീരുമാനിക്കുന്നു. വീട്ടിലേക്ക് എത്തിയ സന്ധ്യയാണെങ്കിൽ പോഡ്കാസ്റ്റ് ചെയ്യുവാനായും തീരുമാനിക്കുകയാണ്. പഴയൊരു മൈക്കും കണ്ടെത്തും. ഇതിന് പിന്നിലുള്ള ആ ഒരു സൈക്കോയെ താൻ തന്നെ കണ്ടുപിടിക്കുമെന്നും ആ ഒരു കാര്യം പുറം ലോകത്തെ അറിയിക്കുമെന്നും സന്ധ്യ തീരുമാനിക്കുന്നു. ബോബി മരണപ്പെട്ട വീട്ടിലേക്ക് ചെന്ന സന്ധ്യ അവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവിടെ മാഗി അന്വേഷിച്ചു. ഒടുവിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം പോഡ്കാസ്റ്റിലൂടെ അവൾ പറയുന്നു. എന്തെന്നാൽ ബോബി മരിക്കുന്ന സമയത്ത് ബോബി ഒരു ചെയിൻ ധരിച്ചിരുന്നു. മാത്രമല്ല ബോബിയുടെ കാമുകനും ഒരു റിങ് ധരിച്ചിരുന്നു. പക്ഷേ മരണശേഷം ഈ ചെയിനും റിങ്ങും കാണുന്നില്ല. മാത്രമല്ല വീട്ടിൽ നിന്നും ഒരു ഷൂവിന്റെ പ്രിന്റും കണ്ടെത്തിയിട്ടുണ്ട്. ബോബിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സന്ധ്യ പോകാറുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഷൂവിന്റെ പ്രിന്റ് ബോബിയുടെ വീട്ടിലെ സെക്യൂരിറ്റിയുടേതാണെന്നും മാത്രമല്ല മോഷണത്തിനിടയിലായിരിക്കാം സെക്യൂരിറ്റി ബോബിയും കാമുകനെയും കൊന്നതെന്നും സന്ധ്യ പറയുന്നു. സന്ധ്യ പറഞ്ഞ രീതിയിലാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. അതേ സമയത്ത് ബോബിയുടെ വീട്ടിലെ സെക്യൂരിറ്റി ബോബിയുടെ ചെയിനും കാമുകന്റെ റിങ്ങും കൊണ്ടുവന്ന് വിറ്റ കാര്യവും പോലീസുകാർ കണ്ടെത്തുന്നു. അങ്ങനെ ഒരു സെക്യൂരിറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ബോബിയുടെയും കാമുകന്റെയും കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി. പോലീസുകാർക്ക് കൊലയാളിയെ അറസ്റ്റ് ചെയ്യാൻ കാരണമായത് സന്ധ്യയാണെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സന്ധ്യയെ അഭിനന്ദിക്കുന്നു. എന്നാൽ സന്ധ്യയ്ക്കടുത്തേക്ക് ആ ഒരു സെക്യൂരിറ്റിയുടെ ഭാര്യ കരഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം എന്തെന്നാൽ സെക്യൂരിറ്റി സ്വർണം അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോയി വിറ്റ കാര്യം സന്ധ്യയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത് സെക്യൂരിറ്റിയുടെ ഭാര്യ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ കൊലയാളിയാണെന്ന് മുദ്രകുത്തിയാണല്ലോ സെക്യൂരിറ്റി അകത്താക്കിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഭാര്യ കരഞ്ഞുകൊണ്ടുവന്ന് സന്ധ്യയോട് പറയുന്നത്, നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് ഞാൻ തന്നെയാ. പക്ഷേ എന്നും പറഞ്ഞ് എന്റെ ഭർത്താവ് ഒരു കൊലയാളിയല്ല, ആരെയും കൊല്ലുവാനും അദ്ദേഹത്തിന് കഴിയത്തില്ല. യഥാർത്ഥ സത്യം എന്താണെന്ന് കണ്ടെത്താതെ എന്റെ ഭർത്താവിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യിച്ചല്ലോ എന്ന് ചോദിച്ചാണ് സെക്യൂരിറ്റിയുടെ ഭാര്യ കരയുന്നതും. അതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുകയാണ് സന്ധ്യ. വീട്ടിലേക്കെത്തിയ സന്ധ്യ താൻ കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവൾക്കൊരാളിൽ നിന്ന് കോള് വരുന്നത്. അതാരാണെന്ന് കാണിക്കുന്നതേയില്ല. കൊലപാതക കേസ് നീ തെളിയിച്ചത് നല്ലതായിരുന്നു. പക്ഷേ യഥാർത്ഥ കൊലയാളിയാണ് പിടികൂടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതാകുമായിരുന്നു. യഥാർത്ഥ കൊലയാളി ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോഴെങ്കിലും യഥാർത്ഥ കൊലയാളിയെ പിടികൂടണമെന്ന് പറഞ്ഞാണ് കോള് കട്ടാകുന്നത്. അത് കേട്ടതും സന്ധ്യയാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് അവൾ ആ ഒരു കോള് റെക്കോർഡ് ചെയ്തു കൊണ്ടുവന്ന് പോലീസുകാരെയും കേൾപ്പിക്കുന്നു. പോലീസുകാരും ഞെട്ടിപ്പോകുന്നു. അപ്പോഴാണ് അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് യഥാർത്ഥ കൊലയാളിയല്ല എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായത്. അങ്ങനെ ആ ഒരു കോൾ വന്ന ലൊക്കേഷൻ പോലീസുകാരെ ട്രേസ് ചെയ്യുന്നു. അത് പഴയൊരു ബിൽഡിംഗ് ആയിരുന്നു. അവിടേക്ക് എത്തുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഒരു മുത്തശ്ശിയുടെ ഫോണിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. അതിൽ നിന്നും മുത്തശ്ശി അറിയാതെ ആരോ ഫോൺ എടുത്ത് കോൾ ചെയ്തതാണെന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. പോലീസുകാർ ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു സെക്യൂരിറ്റി യഥാർത്ഥത്തിൽ സ്വർണം മോഷ്ടിക്കുക മാത്രമാണ് ചെയ്തത്. കൊല ചെയ്തത് മറ്റാരോ ആണ്. എന്നാൽ അടുത്ത ദിവസം തന്നെ ഗോദാവരിയിലേക്ക് പോകുവാനായി ഒരുങ്ങുകയാണ് സന്ധ്യ. സന്ധ്യയ്ക്ക് എന്തോ തെളിവ് കിട്ടിയിരിക്കുന്നു. അതന്വേഷിച്ചാണ് അവൾ പോകുവാനായി ഇറങ്ങുന്നതും. കല്യാണം വെച്ചിട്ട് നീ ഈ ഒരു കേസും അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നതും ശരിയല്ല എന്ന് വീട്ടുകാർ പറയുമ്പോഴും ഞാൻ അവളെ നോക്കിക്കോളാം എന്ന്
പറഞ്ഞ് അമറും കൂടെ പോകുന്നു. സന്ധ്യ ഗോദാവരിയിലേക്ക് പോകുവാനായിട്ടുള്ള കാരണം എന്തെന്നാൽ സന്ധ്യയ്ക്ക് അന്ന് രാവിലെ തന്നെ ഒരു കോള് വന്നിരുന്നു. വാണി എന്ന സ്ത്രീയിൽ നിന്നാണ് കോള് വന്നിരിക്കുന്നത്. ബോബിയുടെ ഈ ഒരു കേസെല്ലാം അവർ അറിഞ്ഞിരുന്നു. ഇതുപോലൊരു സംഭവം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വാണിയാണെങ്കിൽ സന്ധ്യയോട് പറയും. അത് കേട്ടതുകൊണ്ടാണ് ഗോദാവരിയിലേക്ക് സന്ധ്യ യാത്ര തിരിച്ചതും. അങ്ങനെ അവർ എത്തിപ്പെട്ടത് ഒരു ഹോട്ടലിലേക്കായിരുന്നു. അവിടെ വാണി എന്ന സ്ത്രീയാണ് ഹോട്ടൽ നടത്തുന്നതും. അങ്ങനെ വാണിയോട് കാര്യം അന്വേഷിക്കുകയാണ് സന്ധ്യ. 20 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. വാണി അവരുടെ ഭർത്താവ് ആ നാട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സമയം. അവർ നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു ജീവിച്ചത്. അവർക്ക് അങ്ങനെ ഒരു ആൺകുഞ്ഞും ജനിച്ചു. എന്നാൽ ഒരു ദിവസം വാണിയുടെ ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വരുവാൻ ലേറ്റായി. കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു വീടിന്റെ കബോർഡിന് പിന്നിലായിട്ട് മാസ്ക് ധരിച്ചൊരാൾ നിൽക്കുന്നത് വാണി കണ്ടതും. വാണി വല്ലാതെ ബഹളം വെച്ചു. എന്നാൽ അയാളാണെങ്കിൽ വാണിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി കട്ടിൽ കൊണ്ടുവന്നിട്ട് റേപ്പ് ചെയ്യുന്നു. റേപ്പ് ചെയ്തതിനു ശേഷം വാണിക്കടുത്തായിട്ട് ഒരു കെട്ട് മുല്ലപ്പൂവും വെച്ചു. എന്നിട്ട് അവളെ കൊല്ലുവാനായിട്ട് ഒരുങ്ങുന്ന സമയത്തായിരുന്നു വാണിയുടെ ഭർത്താവ് അവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ മാസ്ക് ധരിച്ച ആളാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. വീട്ടിലേക്ക് വന്ന ഭർത്താവിനോട് വാണി നടന്ന സംഭവം എല്ലാം തുറന്നു പറഞ്ഞു. എന്നാൽ ഭർത്താവ് അത് വിശ്വസിക്കുവാനായും കൂട്ടാക്കിയില്ല. വാണി ഭർത്താവിനെ ചതിച്ചു എന്നാണ് ഭർത്താവ് കരുതിയത്. അതുകൊണ്ട് തന്നെ തന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയി. വർഷങ്ങളായിട്ട് കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തി താൻ ഇവിടെ ജീവിക്കുകയാണെന്നുള്ള കാര്യം വാണി പറയുന്നു. വാണിയുടെ മകൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തന്റെ മകനെ വാണി ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അതെല്ലാം കാണുന്ന സന്ധ്യയ്ക്ക് ഒരുപാട് സഹതാപം തോന്നും. വാണിക്ക് നടന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. തന്റെ ഇരകളെ കണ്ടെത്തി അവരെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നതിനു ശേഷം അവരുടെ ഡെഡ് ബോഡിക്ക് അടുത്തായിട്ട് ഒരു കെട്ട് മുല്ലപ്പൂ വയ്ക്കും. ഇതാണ് കൊലയാളിയുടെ പതിവ്. അതാണ് യഥാർത്ഥത്തിൽ വാണിക്കും സംഭവിച്ചത്. പക്ഷേ എങ്ങനെയോ വാണി രക്ഷപ്പെട്ടു. ഇത്രയും വർഷമായിട്ടും ഒരേ പാറ്റേൺ തന്നെയാണ് കൊലയാളി ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യം സന്ധ്യയും ചിന്തിക്കുന്നു. ഈ ഒരു വിവരം പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മുതൽ ഗോദാവരിയിൽ നടന്നിട്ടുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കണ്ടെത്തുവാനായിട്ടും സന്ധ്യ തീരുമാനിക്കുന്നു. അപ്പോഴാണ് കുറേ കാര്യങ്ങൾ ചുരുളഴിയുന്നത്. സത്യത്തിൽ വാണി ഇത് കേസ് കൊടുക്കാത്തതിന് കാരണം തന്റെ മാനം പോകുമോ എന്ന് പേടിച്ച, ഇതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ മാനം പോകുമോ എന്ന് പേടിച്ച് തനിക്ക് നടന്ന കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരിക്കുന്നു. വാണിയെ പോലുള്ള ഒരുപാട് സ്ത്രീകളേക്ക് സന്ധ്യ കണ്ടെത്തുകയാണ്. അവരെയും ഇതുപോലെ തന്നെ റേപ്പ് ചെയ്തിട്ട് അവരുടെ അടുത്ത് മുല്ലപ്പൂവും വെച്ചിട്ട് പോവുകയാണ് ചെയ്തതും. പക്ഷേ എങ്ങനെയൊക്കെ അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും സന്ധ്യ കണ്ടെത്തുകയാണ്. അതേ സമയത്തായിരുന്നു അമറിന്റെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് കോൾ വന്നത് കൊണ്ട് തന്നെ അമറിന് നാട്ടിൽ പോകേണ്ടി വന്നതും. താൻ ഇവിടെ സേഫ് ആണെന്നും എന്തായാലും താനിത് കണ്ടെത്തിയിട്ടേ വരൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അമർ സന്ധ്യയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതും. അടുത്തതായി സന്ധ്യ പോകുന്നത് ലളിത എന്ന സ്ത്രീക്ക് അടുത്തേക്കാണ്. വാണിക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ലളിതയ്ക്കും സംഭവിച്ചത്. സന്ധ്യയുടെ ചോദ്യങ്ങൾക്കൊന്നും ലളിത ഉത്തരം പറയുവാനായി തയ്യാറാകുന്നതേയില്ല. ലളിതയ്ക്ക് നല്ല പേടിയായിരുന്നു. സത്യത്തിൽ വാണി കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ട് തയ്യാറാകാതിരുന്നത് മാനം പോകുമോ എന്ന് പേടിച്ച. അതുപോലെ തന്നെയാണ് ലളിതയും മാനം പോകുമെന്ന് പേടിച്ചാണ് കംപ്ലൈന്റ് കൊടുക്കാതിരുന്നതും. എന്നാൽ ലളിതയുടെ കാര്യങ്ങളെല്ലാം ലളിതയുടെ മാമന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ലളിതയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം മാമൻ വന്ന് സന്ധ്യയോട് പറയും. ഇതെല്ലാം കേട്ട സന്ധ്യ ഇപ്പോഴും ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. അങ്ങനെയാണെങ്കിലേ കൊലയാളിയെ കണ്ടെത്താൻ കഴിയൂവെന്നും സന്ധ്യ പറയുന്നു. അതിന് മാമൻ സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ സന്ധ്യയാണെങ്കിലോ തനിക്ക് കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കുട്ടിയായിരുന്ന സന്ധ്യ തിയേറ്ററിൽ പോയ സമയത്ത് അവിടെ വെച്ച് കുറച്ച് ആണുങ്ങളുടെ ശല്യം അവൾക്കുണ്ടായി. എന്നാൽ അവിടേക്ക് അവളുടെ അച്ഛൻ വന്നതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടതും. നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ അച്ഛാ എന്ന് സന്ധ്യ തന്റെ അച്ഛനോട് പറയുമ്പോഴോ മാനം പോകുമെന്ന് പേടിച്ച് അമ്മ അതിന് തയ്യാറായില്ല. അമ്മ സമ്മതിച്ചതുമില്ല. അതുകൊണ്ടാണ് കംപ്ലൈന്റ് കൊടുക്കാത്തത്. അന്നു മുതൽ ഇന്ന് വരെയും സന്ധ്യ തിയേറ്ററിലേ പോകാറില്ല. അവൾക്ക് പേടിയാണ്. അതൊക്കെ ആലോചിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു അവളുടെ ജനലിൽ ആരോ കല്ലെറിയുന്നതും. ചെന്ന് നോക്കുമ്പോഴോ ആരെയും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ സന്ധ്യ ലളിതയ്ക്ക് എന്താണോ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവളുടെ മാമൻ പറഞ്ഞല്ലോ, അതെല്ലാം പോഡ്കാസ്റ്റിലൂടെ തുറന്നു പറയുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ലളിതയും അവളുടെ കാമുകനും ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനമെടുത്ത ദിവസം അവരുടെ സന്തോഷമെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് മാസ്ക് ധരിച്ച സൈക്കോ അവിടേക്ക് എത്തി. ലളിതയെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി അവളെ ക്രൂരമായി റേപ്പ് ചെയ്ത് അവളുടെ അടുത്തായിട്ട് ഒരു കെട്ട് മുല്ലപ്പൂവും വെച്ചു. എന്നിട്ട് അവളുടെ കാമുകനെയും കൊന്നു. അടുത്തതായിട്ട് ലളിതയെ കൊല്ലുവാനായിട്ട് വരുന്ന സമയം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടവൾ രക്ഷപ്പെടുകയാണ് ചെയ്തതും. അതുകൊണ്ടാണ് ലളിത ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. വർഷങ്ങൾ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ആ കൊലയാളിക്ക് ഇപ്പോൾ വയസ്സായി കാണും. ഏതോ വയസ്സായ ആളാണ് നമ്മൾക്കൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണമെന്നും പ്രത്യേകം സന്ധ്യ പറയുന്നു. സന്ധ്യയുടെ ഒരു പോഡ്കാസ്റ്റ് വൈറലാവുകയാണ്. എല്ലാവരും അത് കേൾക്കുകയും ചെയ്യുന്നു.
എന്നാൽ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്നുണ്ടായിരുന്ന DSP മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് സന്ധ്യ പറയുന്നതൊന്നുമല്ല സത്യം, യഥാർത്ഥ കൊലയാളിയാണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുമെന്നും DSP പറഞ്ഞിട്ട് പോകുന്നു. അതോടുകൂടി സന്ധ്യ പറയുന്നത് ആരും തന്നെ വിശ്വസിക്കാതായി. സന്ധ്യ പറയുന്നത് എല്ലാവരും വിശ്വസിക്കണമെങ്കിൽ ആ ഒരു സൈക്കോയാൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾ എല്ലാവരും വന്ന് അവർക്ക് സംഭവിച്ചത് തുറന്നു പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാവരും തന്നെ വിശ്വസിക്കൂ സന്ധ്യയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോദാവരിയിലുള്ള ഓരോ സ്ത്രീകളെയും വിളിച്ചിട്ട് താനൊരു പ്രസ് മീറ്റ് വിളിച്ചു ചേർക്കുന്നു. അതിൽ വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് പറയും. അതിൽ കുറച്ചുപേർ തയ്യാറാകില്ല, എന്നാൽ കുറച്ചുപേരാണെങ്കിൽ വരാമെന്നും സമ്മതിക്കുന്നു. അങ്ങനെ സന്ധ്യയാണെങ്കിലോ ആ ദിവസം എത്തി പ്രസ് മീറ്റ് വിളിച്ചു ചേർക്കുകയാണ്. ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്യുന്ന സമയം. എന്നാൽ വരാമെന്ന് പറഞ്ഞ ഓരോ സ്ത്രീകളായിട്ടും സന്ധ്യ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾക്ക് വരുവാനായിട്ട് കഴിയത്തില്ല, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാനം പോകുമെന്ന് പറഞ്ഞ് ഓരോരുത്തരെയും ഒഴിഞ്ഞു മാറുവാനായും തുടങ്ങി. ഈ ഒരു വിവരം സന്ധ്യ മീഡിയക്കാരോട് പറഞ്ഞു. എന്നാൽ മീഡിയക്കാരാണെങ്കിൽ സന്ധ്യ ഒരുപാട് വഴക്ക് പറയും. നിങ്ങൾ സാക്ഷികളെ ഉണ്ടാക്കുവാനായി നോക്കുകയാണോ, ഞങ്ങളുടെ സമയം കളയാനായിട്ടെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ അതേ സമയം തന്നെ ഗോദാവരിയിൽ നിന്നും ലച്ചി, റാണി എന്നിങ്ങനെ പേരുള്ള 2 സ്ത്രീകൾ സന്ധ്യക്കടുത്തേക്ക് വരുന്നു. അവർക്ക് നടന്നത് മാധ്യമങ്ങളോട് തുറന്നു പറയുവാനായിട്ടും തീരുമാനിക്കുകയാണ്. സത്യത്തിൽ ഈ 2 സ്ത്രീകളെയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതും. ഇവർക്ക് 2 പേർക്കും റെക്കോർഡ് ഡാൻസ് കളിക്കലാണ് ഇവരുടെ ജോലിയും. അവർക്ക് സംഭവിച്ചതൊക്കെ അവർ തുറന്നു പറയുകയാണ്. മരിച്ചുപോയി എന്ന് കരുതപ്പെട്ട ലച്ചിയാണ് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത്. ഇവർ 2 പേരും റെക്കോർഡ് ഡാൻസ് കളിക്കുന്നവരാണ്. ഇവരുടെ നാട്ടിലുള്ള ഇളങ്കോ എന്നൊരാളാണെങ്കിൽ 2 പേരെയും ഒരു രാഷ്ട്രീയക്കാരന് കൂട്ടിക്കൊടുത്തു. രാഷ്ട്രീയക്കാരൻ 2 പേരെയും കൊണ്ടുപോകുന്ന സമയത്ത് ലച്ചിക്ക് അയാളുടെ പെരുമാറ്റം ഇഷ്ടമായില്ല. ലച്ചിയെ പകുതി വഴിയിൽ ഇറക്കി വിട്ടിട്ട് ലച്ചിയുടെ കൂട്ടുകാരിയായ റാണിയും കൊണ്ടാണ് അയാൾ പോയതും. വീട്ടിലേക്ക് എത്തിയ ലച്ചിയാണെങ്കിൽ ഡ്രസ്സ് മാറുന്ന സമയത്ത് മുഖം മൂടി ധരിച്ചൊരാൾ അവളുടെ റൂമിലേക്ക് പ്രവേശിച്ചു. അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തു. അടുത്ത ദിവസം ലച്ചിയെ തിരക്കി വന്ന റാണി കാണുന്നത് ബോധം മറ്റ് ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ലച്ചിയാണ്. അതോടുകൂടി ലച്ചി മരിച്ചുവെന്ന് റാണി കരുതി. ലച്ചിയെ വിളിച്ച് റാണി ഒരുപാട് കരയുന്നു. അതേസമയം തന്നെ ലച്ചിക്ക് ശ്വാസം വീഴുകയാണ്. അപ്പോഴാണ് റാണിക്ക് സമാധാനമായതും. അങ്ങനെ റാണി ലച്ചിക്ക് സംഭവിച്ച കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുവാനായി ചെല്ലുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. അന്നവളെ ആട്ടി ഓടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റാരുമല്ല, ഇന്നുള്ള DSP ആണ് അന്നത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അന്നത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ ആട്ടി ഓടിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കാതെ പോയതെന്നും ലച്ചിയും റാണിയും തുറന്നു പറയുന്നു. ഇതെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സന്ധ്യയ്ക്കൊരു മെസ്സേജ് വരുന്നതും. ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളുടെ അതേ പാറ്റേണിൽ തന്നെ ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നുവെന്ന്. സംഭവ സ്ഥലത്തേക്ക് സന്ധ്യ എത്തും. അവിടെ ഒരു പെൺകുട്ടിയെയും അവളുടെ കാമുകനെയുമാണ് കൊന്നിട്ടിരിക്കുന്നതും. അതോടുകൂടി സന്ധ്യയ്ക്ക് വല്ലാതെ പ്രഷറായി. എന്നാൽ ഇപ്പോഴുള്ള DSPയുടെ കാര്യങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടി മീഡിയക്കാർ DSPയെ ചോദ്യം ചെയ്യുവാനായി തുടങ്ങി. DSP ആണോ സൈക്കോ, അതോ സൈക്കോയുമായിട്ട് DSPക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, സൈക്കോയെ ഒളിപ്പിക്കുവാനായിട്ട് DSP ശ്രമിക്കുകയാണോ എന്നുള്ള പല ചോദ്യങ്ങളും വന്നു. ഒടുവിൽ DSPയെ സസ്പെൻഡും ചെയ്യുകയാണ്. ആ ഒരു കേസ് അനിത എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥയെയും ഏൽപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയത് സന്ധ്യ ആയതുകൊണ്ട് തന്നെ സന്ധ്യ ഞങ്ങളുടെ മുന്നോട്ടുള്ള കേസന്വേഷണത്തിലും അൺഒഫീഷ്യലായിട്ട് കൂടെ വേണമെന്നും അനിത പറയുന്നു. അനിത നേരെ പോകുന്നത് DSPയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് കേസ് രജിസ്റ്റർ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ സത്യമായിട്ട് DSP തുറന്നു പറയുന്നു. അന്ന് ഈ 2 സ്ത്രീകളെയും കൊണ്ടുപോയിരുന്നത് MLA ആണ്. ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട എന്ന് കരുതി മനഃപൂർവ്വമാണ് കേസ് രജിസ്റ്റർ ചെയ്യാത്തതെന്നുള്ള കാര്യം DSP പറയുന്നു. എന്നാൽ അന്ന് ഈ 2 സ്ത്രീകളെയും MLAക്ക് കൂട്ടിക്കൊടുത്ത ആളുണ്ടല്ലോ, ഇളങ്കോ എന്ന് പേര് കേട്ട ഒരു രാഷ്ട്രീയക്കാരനാണെന്നുള്ള കാര്യവും പോലീസുകാർ കണ്ടെത്തുന്നു. ലച്ചിയുടെ കേസിലും ഇളങ്കോയുടെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇളങ്കോയായിരിക്കുമോ സൈക്കോ എന്ന സംശയവും സന്ധ്യയ്ക്കുണ്ടാകുന്നു. മാത്രവുമല്ല, അവസാനം മരിച്ച പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ്. മാത്രവുമല്ല, ആ പെൺകുട്ടിയുടെ കഴുത്തിലെ മുറിവിൽ നിന്നും ഒരു പുരുഷന്റെ മുടി കിട്ടിയിരുന്നു എന്നുള്ള കാര്യവും സന്ധ്യ അറിയുന്നു. ആ ഒരു മുടിയും DNA ടെസ്റ്റിന് അയക്കുകയാണ്. ഇളങ്കോയാണ് സൈക്കോ എന്നുള്ള സംശയം സന്ധ്യയ്ക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇളങ്കോയുടെ മുടി വല്ലതും DNA ടെസ്റ്റിനായിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ 2 മുടികളും മാച്ച് ആകുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാനായിട്ടും അവൾ തീരുമാനിക്കുന്നു. നേരെ പോകുന്നത് ഇളങ്കോയുടെ വീട്ടിലേക്കാണ്. സന്ധ്യയ്ക്കൊപ്പം ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട്. ഇളങ്കോയാണോ സൈക്കോ എന്ന സംശയം സന്ധ്യയ്ക്കുണ്ടല്ലോ. ആ ഒരു രീതിയിലേക്ക് സന്ധ്യ സംസാരിക്കും. എന്നാൽ ഇളങ്കോ പറയുന്നത് താൻ ഒരുപാട് പെണ്ണുങ്ങളെ അപമാനിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ അവസാനമായി അപമാനിച്ച പെണ്ണിനെയാണ് താൻ വിവാഹം കഴിച്ചതെന്ന് അഭിമാനത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയും പറയുന്നു. വേറൊന്നും ചോദിക്കാൻ കഴിയാതെ പോകുവാനായി ഇറങ്ങുന്ന സന്ധ്യ ഇളങ്കോയുടെ ടൂത്ത് ബ്രഷും എടുത്തുകൊണ്ടാണ് പോകുന്നത്. അതും DNA ടെസ്റ്റിന് അയക്കുന്നു. എന്നാൽ ഇളങ്കോയുടെ വീട്ടിൽ സന്ധ്യയും പോലീസ് ഉദ്യോഗസ്ഥനുമൊക്കെ പോകുന്നത് മീഡിയക്കാരറിഞ്ഞു. ഇളങ്കോയാണോ സൈക്കോ, നിങ്ങൾ ഇളങ്കോയെ സംശയിക്കുകയാണോ എന്നുള്ള
എന്നുള്ള രീതിയിലൊക്കെ മീഡിയക്കാരുടെ ചോദ്യം അനിതയ്ക്ക് നേരെയായി. അനിതയ്ക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. നേരെ സന്ധ്യയ്ക്ക് അടുത്തെത്തിയ അനിതയാണെങ്കിൽ സന്ധ്യയും പോലീസ് ഉദ്യോഗസ്ഥനെയും ഒരുപാട് വഴക്ക് പറയുകയാണ് ചെയ്തത്. അതേ സമയത്തായിരുന്നു DNA ടെസ്റ്റിന്റെ റിസൾട്ടും വരുന്നത്. രണ്ടും തമ്മിൽ മാച്ച് ആകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നിങ്ങൾ രാഷ്ട്രീയക്കാരന്റെ കാര്യം വിട്, യഥാർത്ഥ കൊലയാളി എവിടെയോ മറഞ്ഞിരിക്കുകയാണ്, കൊലയാളിയെ നമുക്ക് കണ്ടെത്തണമെന്നും അനിത പറയുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് കല്യാണത്തിനെ കുറിച്ച് പോലും സന്ധ്യ ചിന്തിക്കുന്നതേയില്ല. അത് കാരണം അമറിന്റെ വീട്ടുകാരെല്ലാവരും സന്ധ്യയെ കാണുവാനായിട്ടും എത്തി. എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റുമോ? നീ ആ സൈക്കോയുടെ കാര്യമൊക്കെ നമുക്ക് എന്തായാലും കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കണം. നല്ല രീതിക്ക് കല്യാണം നടത്തണം. നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് സന്ധ്യ ഷോപ്പിങ്ങിനായിട്ടും ക്ഷണിക്കുകയാണ്. അതേ സമയം തന്നെയായിരുന്നു യഥാർത്ഥ സൈക്കോ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് പോലീസുകാരെയൊക്കെ വിരട്ടുന്നത്. 10 നവംബർ 2000 ഞാനൊരു പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്തു. അതുപോലെ തന്നെ അടുത്തൊരു കൊലപാതകം കൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ അത് ചെയ്യുന്നതിന് മുൻപ് പിടികൂടെന്ന് പോലീസുകാരെ വെല്ലുവിളിച്ചിട്ടാണ് സൈക്കോ കോള് കട്ട് ചെയ്യുന്നതും. അടുത്ത ദിവസം സന്ധ്യയും വീട്ടുകാരും അമറിന്റെ വീട്ടുകാരും ഷോപ്പിങ്ങിനായും എത്തിയിട്ടുണ്ട്. എന്നാൽ അതേ സമയത്തായിരുന്നു അനിത ഒരു വീഡിയോ കാണുന്നത്. അവസാനമായി മരണപ്പെട്ട പെൺകുട്ടിയിലെ കാടിനുള്ളിൽ മരണപ്പെട്ട് കിടന്ന പെൺകുട്ടി, അവളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് യഥാർത്ഥത്തിൽ സന്ധ്യ ചെയ്യുന്ന പോഡ്കാസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇതുപോലെ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന സൈക്കോ കില്ലർമാർ ഒരിക്കലും ജീവനോടെ കാണാൻ പാടില്ല, അവരെയൊക്കെ ഇതുപോലെ തന്നെ ക്രൂരമായിട്ട് കൊല്ലണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. എന്നാൽ അത് കണ്ട് അനിത ഞെട്ടിപ്പോകുന്നു. സന്ധ്യയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത പെൺകുട്ടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ വീഡിയോ ചെയ്യുന്ന സന്ധ്യയുടെ അവസ്ഥ എന്തായിരിക്കും? അവസാനമായിട്ട് സൈക്കോ പറഞ്ഞത് ഒരാളെ കൂടി കൊല്ലാൻ പോകുന്നു, അതിനു മുൻപ് തന്നെ പിടികൂടണമെന്നല്ലേ? അപ്പോൾ സൈക്കോ കൊല്ലാൻ പോകുന്നത് സന്ധ്യ ആയിരിക്കുമെന്ന സംശയം അനിതയ്ക്കുണ്ടാകുന്നു. ഉടനെ തന്നെ അനിത സന്ധ്യ ഫോൺ വിളിക്കുകയാണ്. നീ സൂക്ഷിക്കണം, എത്രയും വേഗം നിന്റെ വീട്ടുകാരെയും കൂട്ടി നിന്റെ വീട്ടിലേക്ക് പോകണം, നീ സേഫായിട്ടിരിക്കണം. ആ സൈക്കോയുടെ അടുത്ത ടാർഗറ്റ് നീയാണെന്നുള്ള കാര്യവും അനിത പറയുന്നു. അത് കേട്ടതും സന്ധ്യയ്ക്ക് വല്ലാതെ ടെൻഷനാകും. സന്ധ്യ ഉടനെ തന്നെ തന്റെ വീട്ടുകാരെയും അമറിന്റെ വീട്ടുകാരെയും കൂട്ടി അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങും. എന്നാൽ ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് തന്നെ DSPയെ കാണുകയാണ്. അപ്പോഴാണ് DSP അവരുടെ ഫാമിലി ഫ്രണ്ട് ആണെന്നുള്ള കാര്യവും സന്ധ്യ അറിയുന്നതും. എന്നാൽ അധികമൊന്നും സംസാരിക്കാൻ നിൽക്കാതെ എത്രയും വേഗം വീട്ടുകാരെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ വീട്ടിലെത്തിയിട്ടും ആ ഒരു സൈക്കോയെക്കുറിച്ച് പോഡ്കാസ്റ്റ് ചെയ്യുന്നത് അവൾ നിർത്തിയതേയില്ല. വീണ്ടും സൈക്കോയെക്കുറിച്ച് തന്നെ അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഗോദാവരിയിൽ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ വേറെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു കൊലയാളി ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന സമയത്ത് ഏത് സ്ഥലങ്ങളിലാണോ എത്തുന്നത് അവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് എന്ന് സൈക്കോയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സന്ധ്യ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു സന്ധ്യയുടെ റൂമിലേക്ക് ഒരു വലിയ ഗ്ലാസ് ബോട്ടിൽ വന്ന് വീഴുന്നതും. അവൾ ആ ജില്ല് പൊട്ടിയ സ്ഥലത്ത് കൂടി നോക്കുന്ന സമയത്താണ് അവിടെ മാസ്കൊക്കെ ധരിച്ച ഒരു സൈക്കോ നിൽക്കുന്നതായിട്ടും സന്ധ്യ കാണുന്നത്. സന്ധ്യ അങ്ങനെ തന്നെ അവിടെ നിന്ന് മോടി രക്ഷപ്പെടുവാനായും ശ്രമിക്കുന്നു. അവസാനം ഓടി പഴയൊരു ബിൽഡിങ്ങിലേക്കാണ് അവൾ ഓടിക്കയറുന്നതും അവൾക്ക് പിന്നാലെ ആ ഒരു സൈക്കോയും ഉണ്ട്. സൈക്കോയും സന്ധ്യയും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. എന്നാൽ ഫൈറ്റിനൊടുവിൽ സന്ധ്യ കഷ്ടപ്പെട്ട് ആ ഒരു സൈക്കോയുടെ മുഖം മൂടി വലിച്ചൂരുകയാണ്. അപ്പോഴാണ് ആളിനെ കണ്ടതും സന്ധ്യ ഞെട്ടിപ്പോകുന്നത്. ഗോദാവരിയിൽ വാണിയുടെ കേസിനെ സംബന്ധിച്ച് സന്ധ്യ പോയിരുന്നല്ലോ. അപ്പോൾ വാണിയുടെ മകനെക്കുറിച്ച് വാണി പരിചയപ്പെടുത്തി കൊടുത്തു. സത്യത്തിൽ വാണിയുടെ മകൻ തന്നെയാണ് ഇപ്പോൾ മാസ്ക് ധരിച്ചെത്തിയിരിക്കുന്ന ഈ ഒരു സൈക്കോ. ആ പയ്യനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു. എന്തിനാ, സത്യം പറയടാ, നീ എന്തിനാ ആ പെൺകുട്ടികളെല്ലാം ക്രൂരമായി കൊന്നുകളഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും കൊന്നില്ല, ഞാനല്ല സൈക്കോ, യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളെ പേടിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിങ്ങൾ പോഡ്കാസ്റ്റിലൂടെയും ന്യൂസിലൂടെയും ഒക്കെ അപമാനിക്കപ്പെട്ട സ്ത്രീകളുടെ കാര്യമൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ, അതിൽ എൻ്റെ അമ്മയുടെ പേരുമുണ്ടല്ലോ. ഞങ്ങൾ ഇപ്പോൾ സമാധാനമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞ് അച്ഛനമ്മയെ ഉപേക്ഷിച്ചു പോയി. നാട്ടിലും ഓരോരുത്തരും എന്നെ അപമാനിക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചു വന്നതും. എന്നാൽ അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ നാട്ടിൽ എങ്ങനെ ജീവിക്കുമെന്നാണ് അവൻ പറയുന്നതും. അതെല്ലാം കേട്ട് അവൻ പറയുന്നത് ശരിയാണല്ലോ, താൻ എല്ലാവരുടെയും പേരിങ്ങനെ തുറന്നു പറഞ്ഞാൽ ഒരുപാട് പേർ താൻ കാരണവും അപമാനിക്കപ്പെടുകയാണല്ലോ എന്നും സന്ധ്യ ചിന്തിക്കുന്നു. അതോടുകൂടി പോഡ്കാസ്റ്റ് ചെയ്യുന്നതേ അവൾ നിർത്തി. മാത്രമല്ല അതിനിടയിൽ വെച്ച് സന്ധ്യയുടെ വിവാഹ നിശ്ചയവും കഴിഞ്ഞു. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡേറ്റും എടുത്തു. കല്യാണ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് വീട്ടിൽ. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ട്രാൻസ്ഫറായി വന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസ് എടുക്കുന്നു. അതിലൊരു പേര് മാത്രം ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്.
അതേ സമയമായിരുന്നു സന്ധ്യയ്ക്കൊരു കോൾ വരുന്നത്. അമറായിരുന്നു വിളിച്ചത്. അമറിന്റെ അമ്മ സ്റ്റെപ്പിൽ നിന്നും കാൽ തന്നെ വീണ് മരണപ്പെട്ടുവെന്ന്. കല്യാണം നടക്കേണ്ട സമയത്ത് ഇപ്പോൾ മരണം നടന്നത് കൊണ്ട് തന്നെ എല്ലാവരും അതോർത്ത് കരയുകയാണ്. നല്ല കാര്യം നടക്കാനിരുന്നതാണല്ലോ. എന്നാൽ മരണത്തിന് പങ്കെടുക്കാൻ എത്തുന്ന സന്ധ്യയ്ക്ക് ആകെ സംശയം. അമ്മായിയമ്മയുടെ മരണത്തിന് പിന്നിലും സൈക്കോയുടെ സാന്നിധ്യം വല്ലതും ഉണ്ടോ എന്ന സംശയം അവൾക്കുണ്ടാകുന്നു. ആ ഒരു കാര്യം അവൾ അമറിനോട് പറയും. നമുക്ക് അമ്മയുടെ ബോഡി ഒന്ന് പരിശോധനയ്ക്ക് അയച്ചാലോ എന്ന് ചോദിക്കുമ്പോഴോ അമർ അവളോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അമറിന്റെ അച്ഛനും സന്ധ്യയെ നോക്കി തൊഴുതു പറയുകയാണ്, അതൊന്നും വേണ്ട, സ്റ്റെപ്പിൽ നിന്ന് വീണ് തന്നെയാ മരിച്ചത്, ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണെന്ന് പറഞ്ഞാണ് അച്ഛൻ തൊഴുതു കരയുന്നതും. സന്ധ്യയാണെങ്കിൽ പിന്നീട് ഒന്നും മിണ്ടുന്നതേയില്ല. അതേസമയം മറ്റൊരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒരാളുടെ പേര് കണ്ടെത്തിയല്ലോ. ആ ആൾ ആരാണെന്നുള്ള ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്താണ് അവർ ഞെട്ടിപ്പോകുന്നത്. എന്നാൽ അതേസമയം തന്നെ അമ്മായിയമ്മയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു സന്ധ്യ. അപ്പോൾ അവിടെ നിന്നും ചെറിയൊരു കളിപ്പാട്ടം കിട്ടുന്നു. ആ ഒരു കളിപ്പാട്ടം ഓപ്പണാക്കി നോക്കുന്ന സമയത്താണ് അതിൽ നിന്നും മരണപ്പെട്ടു പോയ ബോബിയുടെ കമ്മലൊക്കെ കിട്ടുന്നത്. ഈ കമ്മൽ എങ്ങനെ ഈ ഒരു പാവയ്ക്കകത്ത് വന്നു എന്നൊക്കെ സന്ധ്യ ചിന്തിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ കോൾ സന്ധ്യയ്ക്ക് വരുന്നത്. അനിതയാണ് വിളിച്ചത്. അവളോട് സൂക്ഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അവർ കണ്ടെത്തിയ ആളിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നു. സൂക്ഷിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തെന്നാൽ സൈക്കോ അവളോടൊപ്പമുള്ള ആള് തന്നെയാണ്. അത് മറ്റാരുമല്ല, അമറിന്റെ അച്ഛൻ, അതായത് സന്ധ്യയുടെ അമ്മായിയച്ഛൻ. ഈ വിവരം അറിഞ്ഞതും സന്ധ്യ ഞെട്ടിപ്പോകുന്നു. അത് സത്യം തന്നെയാണോ അല്ലയോ എന്നത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അച്ഛന്റെ ഒരു മുടിയെങ്കിലും DNA ടെസ്റ്റിന് വേണ്ടി കിട്ടണം. ലാസ്റ്റ് മരണപ്പെട്ട പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്നും ഒരു പുരുഷന്റെ മുടി കിട്ടിയില്ലേ, ആ മുടിയുമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുവാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് തന്നെ അവൾ അച്ഛൻ ഒറ്റയ്ക്കുള്ളപ്പോൾ വീട്ടിലേക്ക് എത്തുന്നു. അച്ഛന് വേണ്ടിയിട്ട് ഫുഡും ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. എന്നാൽ അമറിന്റെ അച്ഛനാണെങ്കിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നു. ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവള് ജീവനോടെ ഇരുന്നാൽ താൻ പിടിക്കപ്പെടുമെന്ന് കരുതി അമറിന്റെ അച്ഛനാണെങ്കിൽ അവളുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. അവസാനം വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നു. നിന്നെ കൊല്ലുവാനായിട്ട് എനിക്ക് അധിക സമയമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സന്ധ്യ ഉപദ്രവിക്കുന്നതും. എന്നാൽ അവിടെ ഇരുന്നൊരു ഫോർക്ക് എടുത്ത് സന്ധ്യയാണെങ്കിൽ അച്ഛനെ കുത്തുകയും ചെയ്യുന്നു. അങ്ങനെ സന്ധ്യ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോർക്ക് എടുത്ത് അമ്മായി അച്ഛനായ രാമുവിനെ കുത്തുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം പറയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് എത്ര ചോദ്യം ചെയ്തിട്ടും രാമു സത്യങ്ങളൊന്നും തുറന്നു പറയുന്നതേയില്ല. എന്നാൽ അത് കാണുന്ന സന്ധ്യയാണെങ്കിൽ താൻ ചോദിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലും. അതിനുശേഷം ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയുവാനായും പറഞ്ഞു. ആ ഫോട്ടോ കണ്ടതും രാമു വല്ലാതെ വെപ്രാളപ്പെടുകയും തന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയുവാനായും ആരംഭിച്ചു. അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ രാമുവിനെ വളർത്തിയത് ചിത്തിയും ചിറ്റപ്പനും ചേർന്നാണ്. ചിത്തിയാണെങ്കിൽ നല്ല സ്നേഹമുള്ളൊരു സ്ത്രീയാ. എപ്പോഴും അവനോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറാറുള്ളത്. മാത്രവുമല്ല അവർ ഭരതനാട്യമൊക്കെ കളിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാമുവിന് ചിത്തിയെ വല്ലാത്ത ഇഷ്ടമാണ്. എന്നാൽ ഒരു ദിവസം ചിറ്റപ്പൻ ജോലിക്ക് പോയ സമയത്ത് ചിത്തി അവനടുത്തേക്ക് സ്നേഹത്തിൽ തന്നെ വന്നു. എന്നാൽ ആ ഒരു സ്നേഹം മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അവനെ ചിത്തി അബ്യൂസ് ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഏതൊക്കെ ദിവസങ്ങളിൽ ചിറ്റപ്പൻ വീട്ടിലില്ലാതിരിക്കുന്നോ ആ ദിവസങ്ങളിലെല്ലാം രാമുവിനെ ചിത്തി വല്ലാതെ അബ്യൂസ് ചെയ്യും. വളർന്നു വന്ന രാമു ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടേയിരുന്നു. വലുതായിട്ടും ചിത്തി ഇത് നിർത്തിയതേയില്ല. എന്നാൽ ഒരു ദിവസം രാമുവിനടുത്തേക്ക് ചിത്തിയെ അബ്യൂസ് ചെയ്യുവാനായി എത്തിയ സമയം തന്നെ ഇത് ചിറ്റപ്പൻ കണ്ടുകൊണ്ടുവരും. എന്നാൽ ചിത്തി ഉടനെ തന്നെ പറയുന്നതോ രാമു തന്നെ കയറി പിടിക്കാൻ വന്നുവെന്നാണ്. അത് കണ്ട് ദേഷ്യമെന്ന ചിറ്റപ്പനാണെങ്കിലോ രാമുവിനെ തല്ലുവാനായി വന്നതും ദേഷ്യമെന്ന രാമു ചിറ്റപ്പന്റെ തലയടിച്ച് പൊളിക്കുകയും നിങ്ങളുടെ ഭാര്യ എന്നോട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച് ചിറ്റപ്പനെ അടിച്ചു കൊല്ലുന്നു. അന്നു മുതലാണ് രാമു സൈക്കോയായി മാറിയതും. എന്നിട്ട് ചിത്തിക്ക് നേരെ തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇതല്ലേ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ചിത്തിയെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ചിത്തിയുടെ ഡെഡ് ബോഡിക്കരികിലായിട്ട് ഒരു കെട്ട് മുല്ലപ്പൂവും വെക്കും. കാരണം ചിത്തിയുടെ തലയിൽ എപ്പോഴും മുല്ലപ്പൂ ഉള്ളത് പതിവായിരുന്നു. അതുകൊണ്ടാണ് മുല്ലപ്പൂ വെച്ചതും. അതിനുശേഷം പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഏതൊക്കെ സ്ത്രീകളെ കാണുന്നോ അവരെ എല്ലാവരെയും രാമുവിന് ചിത്തിയെ പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നതിന് ശേഷം അവരുടെ ഡെഡ് ബോഡിക്കരികിലായിട്ട് ഒരു പിടി മുല്ലപ്പൂവും വെക്കുന്നത് പതിവായിരുന്നു. ഇതവൻ തുടർന്നുകൊണ്ടേയിരുന്നു. ഏത് സ്ത്രീകളെ കണ്ടാലും അവൻ എല്ലാവരെയും കൊല്ലും. അങ്ങനെയിരിക്കെ രാമുവിന് ജോലി കിട്ടി. ഏതൊക്കെ സ്ഥലങ്ങളിൽ ട്രാൻസ്ഫറായി പോകുന്നോ അവിടെയുള്ള സ്ത്രീകളെ എല്ലാവരെയും അവൻ കൊല്ലുന്നതും പതിവായിരുന്നു. അങ്ങനെ ഇതിനിടയിൽ വെച്ച് രാമു കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും ഇത് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. മകനും ജനിച്ചു. മകനും വലുതായി വരുംതോറും തന്റെ ഈ സ്വഭാവം രാമു നിർത്തിയതേയില്ല. ഏതൊക്കെ സ്ഥലങ്ങളിൽ ട്രാൻസ്ഫറായി പോകുന്നു അവിടെയെല്ലാം രാമു ഈ പരിപാടി തന്നെ ചെയ്യും. പോലീസുകാർ കൊലപാതകമൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് രാമു തന്റെ ഈ പരിപാടി കുറച്ചൊന്ന് നിർത്തിവെച്ചതും. എന്നാൽ അതേ സമയത്തായിരുന്നു അടുത്ത വീട്ടിൽ താമസത്തിനായി എത്തിയ ബോബിയെ പരിചയപ്പെടുന്നത്. ബോബിയാണെങ്കിൽ നന്നായിട്ട് ഭരതനാട്യം കളിക്കും. അത് കാണുന്ന രാമുവിനാണെങ്കിൽ തന്റെ ചിത്തിയെ തന്നെ ഓർമ്മ വന്നു. അങ്ങനെയാണ് ബോബിയെ കൊന്നുകളഞ്ഞതും.
മാത്രവുമല്ല ഈ രാമു ഏതൊക്കെ സ്ത്രീകളെ കൊല്ലുന്നു അവരുടെ എല്ലാവരുടെയും ആഭരണങ്ങൾ എന്തെങ്കിലും എടുത്തുകൊണ്ടൊന്ന് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഇതൊരു ദിവസം രാമുവിന്റെ ഭാര്യ കാണുകയുണ്ടായി. അതോടെ കാര്യം മനസ്സിലാക്കിയ രാമുവിന്റെ ഭാര്യയാണെങ്കിൽ രാമു വരുന്നതിന് മുൻപ് അതിൽ നിന്നും ഒരു കമ്മലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കളിപ്പാട്ടത്തിനുള്ളിൽ ഇട്ടുവെച്ചു. അതാണ് യഥാർത്ഥത്തിൽ സന്ധ്യയ്ക്ക് കിട്ടിയത്, അതും ബോബിയുടെ കമ്മൽ. എന്നാൽ വീട്ടിലേക്ക് എത്തിയ രാമുവിന് തന്റെ ഭാര്യയ്ക്ക് സത്യമെല്ലാം മനസ്സിലായി എന്ന് ബോധ്യപ്പെട്ടു. അതോടുകൂടി രാമു ആണെങ്കിലോ ഭാര്യയെ കൊന്നുകളയണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് നൈസിനെ വിളിച്ചുകൊണ്ടുവന്ന് സ്റ്റെപ്പിൽ നിന്ന് താഴേക്കെറിഞ്ഞ് തന്റെ ഭാര്യയെ കൊന്നുകളഞ്ഞതും. പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് സന്ധ്യ എത്ര തന്നെ പറഞ്ഞിട്ടും രാമു തയ്യാറാകാത്തത് അതുകൊണ്ട് തന്നെയാണ്. കാരണം രാമു അല്ലേ കൊന്നത്, രാമു നാടകം കളിച്ചതും അതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാ സത്യങ്ങളും രാമുവിന്റെ വായിൽ നിന്ന് തന്നെ അറിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളിയും പോലീസുകാർക്ക് കിട്ടിയിരിക്കുന്നു. മാത്രവുമല്ല കേസും തെളിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ രാമുവിനെ ജയിലിലേക്ക് മടക്കുകയാണ്. അങ്ങനെ സന്ധ്യയാണെങ്കിൽ തന്റെ പോഡ്കാസ്റ്റിലൂടെ എല്ലാവരെയും ഉപദേശിക്കുന്നു, ആരും ഒരിക്കലും എന്ത് പ്രശ്നമുണ്ടായാലും ഇതുപോലൊന്നും ഒരിക്കലും ചെയ്യരുതെന്ന്. അങ്ങനെ സന്ധ്യയുടെയും അമറിന്റെയും വിവാഹവും കഴിഞ്ഞു. തിയേറ്ററിലേക്ക് പോകുവാനായി പേടിച്ചിരുന്ന സന്ധ്യ ഇപ്പോൾ തിയേറ്ററിലും പോകുന്നുണ്ട്. അവളുടെ പേടിയൊക്കെ മാറി. സന്ധ്യ സന്തോഷമായിട്ട് അവളുടെ കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ രാമുവാൽ അപമാനിക്കപ്പെട്ട സ്ത്രീകൾക്കെല്ലാവർക്കും നീതി കിട്ടിയതിൻ്റെയും സന്തോഷമാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.